ഗുഡ് ഈവനിംഗ്. ഹൈ ഫൈവ് ആരംഭിക്കുകയാണ്. ഒടുവിൽ മഞ്ഞുരുക്കമാണ്, അനുനയമാണ്. മുഖ്യമന്ത്രി പദം കിട്ടാത്തതിന് കലാപക്കൊടി ഉയർത്തിയ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിഞ്ഞിരിക്കുന്നു. രമേശ് ചെന്നിത്തല VD സതീശൻ മന്ത്രിസഭയുടെ ഭാഗമാകും. ഇനി അറിയേണ്ടത് വകുപ്പ് ഏതാകുമെന്നുള്ളതാണ്. ആഭ്യന്തര കലഹം. ദീപാദാസ് മുൻഷി ചെന്നിത്തലയുടെ വീട്ടിലെത്തി അദ്ദേഹവുമായി ചർച്ചകൾ നടത്തി. ഇതിലാണൊരു നിർണായക തീരുമാനം ഉണ്ടായതെന്നാണ് സൂചന. അതിനിടയിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് UDF കടന്നിട്ടുണ്ട്. വകുപ്പ് വിഭജനം അടക്കം ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് UDF യോഗം ചേർന്നിരുന്നു. തുടർ നടപടികൾ നടക്കുമെന്നും നാളെ വീണ്ടും യോഗം ചേർന്ന് മന്ത്രിമാരെ പ്രഖ്യാപിക്കുമെന്നും കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. UDF യോഗം ഇന്ന് ഫോർമലായി ഒന്ന് കൂടി എന്ന് മാത്രമേ ഉള്ളൂ. നാളെ ഞങ്ങൾ വീണ്ടും കൂടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. എന്തായാലും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ആ തയ്യാറെടുപ്പുകൾ നടക്കുന്നതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയോടൊപ്പം UDFൻ്റെ വിവിധ നേതാക്കന്മാരും സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ മന്ത്രി ചർച്ചകളോടൊന്നും ചെന്നിത്തല പ്രതികരിച്ചിട്ടില്ല. തമ്പാനൂർ രവിയെ സന്ദർശിക്കാനായി അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നൊരു അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ബിനിൽ ലീല സാബു, ആൽവിൻ, അതേപോലെ മഹേഷ് ചന്ദ്രൻ എന്നിവർ നൽകും. ആദ്യം ബിനിലിലേക്ക് പോകാം. ബിനിൽ, ഗുഡ് ഈവനിങ്. ഇപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് നടന്നത്. ഏതൊക്കെ മന്ത്രിസ്ഥാനം, ആർക്കൊക്കെ? ലീഗിന് 5 മന്ത്രിസ്ഥാനം, കേരള കോൺഗ്രസ് ജോസഫിന് 2, PJ ആവശ്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇന്നത്തെ യോഗത്തിൽ എന്തൊക്കെയാണ് ചർച്ചയായത്? നാളെ എങ്ങനെയായിരിക്കും? സേതു, പ്രാഥമിക ചർച്ച മാത്രമാണ് ഇന്ന് നടന്നത്. വിശദമായ ചർച്ചകളിലേക്ക് പോയില്ല. ഈ ആവശ്യങ്ങളൊക്കെ പരസ്പരം സംസാരിച്ചു. അതായത് ലീഗിന്റെ 5 മന്ത്രിസ്ഥാനം, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുക മാത്രമാണ് ചെയ്തത്. അത് അന്തിമ തീരുമാനമാകണമെങ്കിൽ ഇനി ഉഭയകക്ഷി ചർച്ചകളിലേക്ക് പോകാനാണ് തീരുമാനം. നാളെ അക്കാര്യം ഉഭയകക്ഷി ചർച്ച നടക്കും. അത് നടക്കുന്നത് ഓരോ ഘടകകക്ഷി നേതാക്കളെയും വെവ്വേറെ കാണാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ആ ചർച്ചയാണ് നാളെ ഉണ്ടാവുക. ലീഗ് ഇപ്പോഴും 5 മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട്. കടുംപിടുത്തമില്ല എന്നൊക്കെ പറയുമ്പോഴും 5 മന്ത്രിസ്ഥാനം അവർക്ക് ലഭിക്കുമെന്ന് അവരുടെ പ്രതീക്ഷ. 2 മന്ത്രിമാർ വേണമെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യം. അത് പരിഗണിക്കുമോ അംഗീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്. അക്കാര്യങ്ങളൊക്കെ ഇന്നത്തെ നേതൃയോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. PJ ജോസഫിനെ ഒറ്റയ്ക്ക് കണ്ട് ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. അങ്ങനെ അവർക്ക് 2 പേർക്ക് 2 മന്ത്രിസ്ഥാനം കൊടുത്തില്ലെങ്കിൽ 1 ചീഫ് വിപ്പ് സ്ഥാനത്തേക്ക് കൊടുക്കാനാണ് കോൺഗ്രസിന്റെ ആലോചനയുള്ളത്. ഇതൊക്കെ വിശദമായി ചർച്ച ചെയ്യണം. അക്കാര്യം നാളെയാണ് ചർച്ചയിലേക്ക് വരിക. എന്തായാലും മന്ത്രിസ്ഥാനത്തേക്ക് ഉറപ്പിച്ച ഒരാൾ CP ജോൺ ആണ്. അക്കാര്യം അദ്ദേഹത്തിന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അത് ഫുൾ ടൈം തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ മാണി സി കാപ്പനെ എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒരു ചോദ്യമായി അവിടെ അവശേഷിക്കുന്നു. അതിൽ നേതൃത്വം തുടങ്ങിയപ്പോൾ മറ്റ് ഘടകകക്ഷി നേതാക്കൾ ആദ്യം ആശംസകൾ അറിയിക്കുകയാണ് ചെയ്തത്. പിന്നീട് മന്ത്രിസഭയിൽ എങ്ങനെ ഉണ്ടാവണം, അത് 21 തന്നെ ആ സത്യപ്രതിജ്ഞ 21 മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. അക്കാര്യങ്ങൾ സംസാരിച്ചു. പിന്നീട് ഈ കാര്യങ്ങളിലേക്ക് മന്ത്രിമാർ ആരൊക്കെ എന്ന വകുപ്പുകൾ ഇതൊക്കെ സംബന്ധിച്ച് വിശദമായി പിന്നീട് ചർച്ച ചെയ്യാം എന്നാണ് യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വകുപ്പുകൾ സംബന്ധിച്ച ചർച്ചകൾ നാളെയായിരിക്കും ഉണ്ടാകുക. അത് ഓരോ ഘടകകക്ഷി നേതാക്കളുമായും പ്രത്യേകം കണ്ടാണ് അത്തരം ചർച്ചകൾ നടക്കുക. ഒരു സൂചനയുള്ളത് മോൻസ് ജോസഫ്, അതായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 2 മന്ത്രിസ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്. അത് നൽകുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അക്കാര്യത്തിൽ നാളെയാണ് തീരുമാനമുണ്ടാവുക. എന്തായാലും ഒരു മന്ത്രി ഉണ്ടായാൽ അത് ജലവിഭവം ആകും എന്നൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആ വകുപ്പ് നൽകാൻ തന്നെയാണ് നീക്കം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന്. എന്തായാലും 2 മന്ത്രിമാർ സംബന്ധിച്ച ഒരു കാര്യമാണ്. അതിലാണ് ഒരു വ്യക്തത വരേണ്ടതുള്ളത്. ബാക്കി ഘടകകക്ഷികളെല്ലാം അവരെല്ലാം തീരുമാനിച്ചതുപോലെ അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെ അവർക്ക് മന്ത്രിസ്ഥാനം നൽകും. അനൂപ് ജേക്കബ് മന്ത്രിയാകും, ഷിബു ബേബി ജോൺ മന്ത്രിയാകും, CP ജോൺ മന്ത്രിയാകും. നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നത് 2.5 വർഷം വീതം CP ജോണിനും മാണി സി കാപ്പനും നൽകുമോ എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്ന ഒരു സംശയം. എന്തായാലും ഫുൾ ടൈം മന്ത്രിയായിരിക്കും എന്നാണ് CP ജോൺ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അത് അങ്ങനെയെങ്കിൽ മാണി സി കാപ്പനെ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക, എങ്ങനെ ഉൾക്കൊള്ളിക്കും എന്നുള്ളൊരു ചോദ്യമാണ്. എന്തായാലും അക്കാര്യങ്ങളിലൊക്കെ
കാര്യങ്ങളൊക്കെ നാളെ നടക്കുന്ന ചർച്ചകളിൽ ഒരു അന്തിമ തീരുമാനമാകുമെന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുക. ബില്ലെ ഞാൻ ലീഗിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി, ഇപ്പം കഴിഞ്ഞ 2011 സമയത്ത് ലീഗിന് 5 മന്ത്രിസ്ഥാനം ചോദിച്ചിരുന്നു, പക്ഷേ കിട്ടിയില്ല. അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ കിട്ടി, പിന്നീട് അത് വലിയ വിവാദങ്ങളിലേക്കൊക്കെ പോയി. പക്ഷേ ഇത്തവണ അവർ വീണ്ടും ഒരു 5 മന്ത്രിസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഞങ്ങൾ സമ്മർദ്ദത്തിനൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും 5 എണ്ണത്തിലേക്ക് തന്നെ പോകുമോ? ലീഗിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുള്ളൊരു തീരുമാനമായിരിക്കുമോ UDF ഉണ്ടാവുക, അതോ മറ്റേതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ടോ? അത്തരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അവർ 22 സീറ്റിൽ ജയിച്ചു വന്ന ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ 5 മന്ത്രിസ്ഥാനത്തിന് തങ്ങൾ അർഹരാണെന്ന് അവർ പറയാതെ പറയുന്നുണ്ട്. യോഗത്തിലൊക്കെ അവർ ഇത് ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ പുറത്തേക്ക് പറയുമ്പോൾ കടുംപിടുത്തമില്ല, പിടിവാശിയില്ല എന്ന് പറയുമ്പോഴും അർഹരാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അത് പരിഗണിച്ചേക്കും എന്ന സൂചനയുണ്ട്. ഏതായാലും ആ ചർച്ച ഒരു ഘട്ടത്തിൽ വന്നത് 4 മന്ത്രിമാരും ഡെപ്യൂട്ടി സ്പീക്കറും എന്ന ഒരു ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് 5 മന്ത്രിമാർ എന്ന ആവശ്യം അംഗീകരിച്ചേക്കും എന്ന ചില സൂചനകളുണ്ട്. എന്തായാലും ആ യോഗത്തിൽ, നാളെ നടക്കുന്ന നിർണായക യോഗത്തിലായിരിക്കും, ഘടകകക്ഷി നേതാക്കളുമായി നടത്തുന്ന യോഗത്തിലായിരിക്കും അത്തരം കാര്യങ്ങൾ തീരുമാനമാകുന്നത്. കോൺഗ്രസിന്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനമുണ്ടായിട്ടുണ്ട്. അവർ 12 പേർ മുഖ്യമന്ത്രി അടക്കം 12 പേർ ഉണ്ട് എന്നാണ് വ്യക്തമാണ്. ഇനിയിപ്പോ ഞാൻ മഹേഷ് ചന്ദ്രനിലേക്ക് കൂടെ പോവാണ്. കാരണം ഇന്ന് KC വേണുഗോപാലൊക്കെ വരുന്നുണ്ട്. മന്ത്രിസഭാ രൂപീകരണ ചർച്ചയിൽ KCക്കും പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. മഹേഷ് ചന്ദ്രൻ, ഗുഡ് ഈവനിങ്. കഴിഞ്ഞ 10 ദിവസം ഡൽഹി കേന്ദ്രീകരിച്ചും സംസ്ഥാനത്തുമൊക്കെയും ചർച്ചകൾ നടന്നു. അതിന് പിന്നാലെ ഹൈക്കമാൻഡ് VD സതീശനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. പിന്നെന്തിനാണ് ഹൈക്കമാൻഡ് KCയെ ഈ ചർച്ചകളിലേക്ക് വലിച്ചു നീട്ടിയത്, അദ്ദേഹത്തെ കൊണ്ടുവന്നത് എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം മത്സരിച്ചിരുന്നില്ല, MP ആണ്. എന്നിട്ടും നിരീക്ഷകർ ഇവിടെ വന്നു, MLA മാരോട് KCയെ കുറിച്ച് നിലപാടൊക്കെ ആരാഞ്ഞു. അതൊക്കെ എന്തിനാണെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയൊന്നും വന്നിട്ടില്ല. എനിവേസ്, ഇപ്പം VD സതീശൻ മുഖ്യമന്ത്രിയായി, അപ്പോഴും KC ഗ്രൂപ്പ് അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. മന്ത്രിസഭാ രൂപീകരണത്തിൽ KCയുടെ നിലപാട് എന്താണെന്ന് അറിയണം. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയാലും മന്ത്രിസഭയിൽ ഒരു മേധാവിത്വത്തിന് KC ശ്രമിക്കുന്നുണ്ടെന്ന് പലരും കരുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിലവിലെ സാഹചര്യം എന്താണ് മഹേഷ്? ഉറപ്പായിട്ടും KC വേണുഗോപാലിന് നല്ല സ്വാധീനമുള്ള ഒരു MLA-മാർ, നിയുക്ത MLA-മാർ കൂടുതൽ പേരും KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരാണ്. അത് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വ്യക്തമാക്കുകയും ചെയ്തു. കൂടുതൽ പേർ പിന്തുണച്ചത് KCയെയാണ്. എങ്കിലും VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചു എന്നതാണ് അറിയിച്ചത്. അപ്പം ഈ കാര്യത്തിൽ തന്നെ KC വേണുഗോപാൽ ഇതോടുകൂടി എല്ലാ കാര്യങ്ങളും വിട്ടെറിഞ്ഞു പോവുകയല്ല. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്ക് വേണ്ടി ശക്തമായി രംഗത്തുണ്ടാകും. 7 മന്ത്രിമാരെങ്കിലും 12 മന്ത്രിമാരാണ് കോൺഗ്രസ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മുഖ്യമന്ത്രി അടക്കം. അതിൽ 7 പേരെങ്കിലും KC അനുകൂലിക്കുന്നതായിരിക്കും എന്ന തരത്തിലേക്കാണ് KC പക്ഷം കരുക്കൾ നീക്കുന്നത്. ശക്തമായ സമ്മർദ്ദം അവർ ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും PC വിഷ്ണുനാഥും AP അനിൽകുമാറും ബിന്ദു കൃഷ്ണയും M ലിജുവും മാത്യു കുഴൽനാടനും VP സജീന്ദ്രൻ തുടങ്ങി പേരുകൾ നിരവധിയാണ്. പിന്നെ അതിനൊപ്പം ജയന്ത്, പ്രവീൺ കുമാർ, ഇങ്ങനെ KC അനുകൂലിക്കുന്നവർ വളരെ വലിയ തോതിൽ ജയിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തൊരു 5 മുതൽ 7 വരെ മന്ത്രിമാരെ KC പക്ഷം അതിൽ നേടിയെടുക്കാനുള്ള ശ്രമമാണ് ഉണ്ടാവുക. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും KC പക്ഷം തയ്യാറാവുകയുമില്ല. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവർ ഇക്കാര്യത്തിൽ അത് വിട്ടുവീഴ്ച ചെയ്തു. അതിന് പരിഹാരമായിട്ട് മന്ത്രിമാരുടെ പട്ടികയിൽ വ്യക്തമായ സ്വാധീനം അവർ ചെലുത്തുകയും ചെയ്യും. അതിൻ്റെ ഭാഗമായി 7 മന്ത്രിമാരെ, കുറഞ്ഞത് 5 അല്ലെങ്കിൽ പരമാവധി 7 മന്ത്രിമാരെയെങ്കിലും KC പക്ഷം കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കും നടത്തുക. ശരി, ഓക്കെ മഹേഷ്, ശരി. ആൽവിൻ, ഗുഡ് ഈവനിങ്. ഇപ്പം RC അനുകൂല നേതാക്കൾ നേരത്തെ VD സതീശനുമായി ചർച്ച നടത്തിയിരുന്നു. ഹൈക്കമാൻഡ് വഴിയുള്ള അനുനയ നീക്കം നടന്നു. മൊത്തത്തിൽ നിലവിൽ കാര്യങ്ങൾ വെള്ളപ്പുകയാണ്. പക്ഷേ ഇതുവരെ ചെന്നിത്തല കാര്യമായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. ഇനി അറിയേണ്ടത് ആഭ്യന്തരമാകുമോ ധനകാര്യമാകുമോ എന്നുള്ളതാണ്. ഗുഡ് ഈവനിങ്. ഏതായാലും മഞ്ഞുരുകി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അത് അദ്ദേഹമായി അതിപ്പോൾ പുറത്ത് പറയുന്നില്ല. അത് ഔദ്യോഗികമായ ഒരു തീരുമാനത്തിലേക്ക് വരട്ടെ എന്നതാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാടായി അദ്ദേഹം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ഞൊരുക്കം നടന്നിട്ടുണ്ട്. ഇത് നേതാക്കൾ വളരെ കൃത്യമായി അദ്ദേഹവുമായി ഫോണിൽ കമ്മ്യൂണിക്കേഷനൊക്കെ നടന്നിട്ടുണ്ട്. ദീപദാസ് മുൻഷി ഇന്ന് അദ്ദേഹത്തെ നേരിട്ടെത്തി കണ്ട് സംസാരിക്കുകയുണ്ടായി. ഏതായാലും മഞ്ഞൊരുക്കം നടന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം മന്ത്രിസഭയിലേക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും ഈ ഘട്ടത്തിൽ നമുക്ക് തർക്കമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഏതാകും വകുപ്പ് എന്നതാണ് ചോദ്യം. അത് സ്വാഭാവികമായും അത് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഇടപെടൽ കൂടി ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. മുൻ ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം. സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പ് ഇത്രയും സീനിയറായ ഒരു ലീഡർ
എന്ന നിലയിൽ ഞാൻ ഈ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ ആഭ്യന്തരമായിരിക്കുമോ ധനകാര്യമായിരിക്കുമോ എന്ന് ചോദിക്കാനുള്ള കാരണം ഇപ്പം ഈ കഴിഞ്ഞ വട്ടമൊക്കെ നമ്പർ 2 അത് ഈ ധനകാര്യത്തിനാണ് പോയത്. കാരണം മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന രീതിയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കണ്ടുവന്നത്. അപ്പം സ്വാഭാവികമായിട്ട് നമ്പർ 2 ധനകാര്യമാണ്. ഇനിയിപ്പോൾ ഈ മന്ത്രിസഭ വരുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. പൊതുവെ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്ന കൂട്ടത്തിൽ കൂടിയാണല്ലോ ചെന്നിത്തല. ഇപ്പം ഈ തുടക്കത്തിൽ VD സതീശൻ AK ആന്റണിയെ കാണാൻ പോകുമ്പോൾ AK ആന്റണി പറഞ്ഞിരുന്നു മുണ്ട് മുറുക്കി ഉടിക്കേണ്ടി വരും, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ഒരു സാമ്പത്തിക പാപ്പരത്വം, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു, AK ആന്റണി പറഞ്ഞിരുന്നു. അതിന് ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ അദ്ദേഹം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് നിലവിൽ എന്ന കാര്യങ്ങൾ തൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട്, അത് പേപ്പറിൽ എഴുതി കൂട്ടിയ തെളിവല്ല എന്ന കണക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഞാൻ ആൽവിനോട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ചെന്നിത്തല ധനകാര്യം ഏറ്റെടുക്കാൻ ഒരു സാധ്യത കൂടി നിലവിലുണ്ടോ എന്നുള്ളത്, അദ്ദേഹം ഈ ചാലഞ്ചസിന് ഏറ്റെടുക്കുന്ന കൂടുതലായതുകൊണ്ട്. ഇത് ഒരു പക്ഷേ അതിനുള്ള സാധ്യത വിരളമാണ് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാര്യം ഒരു പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശൻ ഒരു പക്ഷേ ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. സ്വാഭാവികമായും മുൻ പരിചയം എന്ന നിലയിൽ രമേശ് ചെന്നിത്തല അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഭരിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയിലേക്കായിരിക്കാം രമേശ് ചെന്നിത്തലയുടെ കടന്നുവരവ് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതിൽ അന്തിമ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ എങ്കിൽ പോലും അത്തരത്തിലായിരിക്കും കാര്യങ്ങൾ നീങ്ങുക എന്ന് വേണം കരുതാൻ. കാര്യം VD സതീശനെ സംബന്ധിച്ചിടത്തോളം ധനകാര്യ വകുപ്പ് അദ്ദേഹത്തിന് കുറച്ചുകൂടി താല്പര്യമുള്ള വകുപ്പാണ്. കാര്യം അദ്ദേഹം പലപ്പോഴും നമ്മൾ പല വിഷയങ്ങളിൽ പല ചർച്ചകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ധനകാര്യം കൈകാര്യം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ചർച്ചകളിൽ അദ്ദേഹം വളരെ സമർത്ഥനായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും അതിനെപ്പറ്റി വലിയ പഠനം അദ്ദേഹം നടത്താറുണ്ട്. അപ്പം ധനകാര്യം കൈകാര്യം ചെയ്യുന്നതിൽ മിടുക്കനാണ് എന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ VD സതീശൻ തന്നെ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യും. സ്വാഭാവികമായും മറ്റൊരു വലിയ വകുപ്പാണ് ആഭ്യന്തരം എന്ന് പറയുന്നത്. അങ്ങനെ 2 വകുപ്പ് കൂടി പൊതുഭരണം കൂടാതെ മറ്റ് ചെറിയ വകുപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഈ വലിയൊരു വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിനെ കൂടി മുഖ്യമന്ത്രി വഹിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ഫോർമുല ഉരുത്തിരിയുമ്പോൾ ഒരുപക്ഷെ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ ആഭ്യന്തരമന്ത്രി പദം നൽകിയാകും ഇത്രയും സീനിയറായ നേതാവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ചയാണ്. രമേശ് ചെന്നിത്തലയുടെ 70ാം പിറന്നാൾ കൂടിയാണ് അന്ന് അദ്ദേഹം മന്ത്രിയായി വരുമ്പോൾ അത് വലിയ ഒരു ആവേശവും ഒക്കെ UDF ക്യാമ്പിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം തുറന്നു പറയുന്നു. അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവർക്ക് കൂടി ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ചില സ്ഥാനങ്ങൾ നൽകണം എന്നുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. സ്വാഭാവികമാണ്, അതൊരു സമ്മർദ്ദം എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇത്തരം നേതാക്കളൊക്കെയും പലപ്പോഴായി പല സമ്മർദ്ദങ്ങളും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം നടത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും അദ്ദേഹവുമായുള്ള ചർച്ചയിൽ മഞ്ഞുരുക്കം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരുമെന്നുള്ള കാര്യത്തിലും തർക്കം. ശരി ആൽവിൻ, വ്യക്തമാണ്. അപ്പം